മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ മനസ്സിലാക്കിയത്? ഫഹിംന അനിൽ ഹുറൂഫ് അഷ്ശംസിയ വൽ ഖമരിയ, അല്ലേ? അല്ലാമു ഷംസിയ വൽ ഖമരിയ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? ഇനി നമ്മൾ നഹ്നു നദ്റുസ് മൻദൂമ മൻദൂമ അനി സിറാഅ മാദ സിറാഅ. ഈ യൂണിറ്റ് മുഴുവൻ നമ്മൾ കൃഷി, അഹമ്മിയത്ത് സിറാഅ, കൃഷിയുടെ പ്രാധാന്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇതിലേറ്റവും അവസാനത്തെ പാഠഭാഗമാണിത്. ഇതിന് ശേഷം നമുക്ക് പരീക്ഷയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഇതിൽ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ, ഈ ക്ലാസ്സുകളും മറ്റൊക്കെ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ പേര് സ്കൂൾ അറബിക് ഗൈഡ് എന്നാണ് ആപ്ലിക്കേഷൻ. അതിൻ്റെ ലിങ്ക് ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്ലേ സ്റ്റോറിൽ സ്കൂൾ അറബിക് ഗൈഡ് എന്നടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭ്യമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. മാ ഇസ്മുൽ മൻദൂം ഹുന അസ്സിറാഅത്തു നിഅമ. മാദാ അസ്സിറാഅ? അസ്സിറാഅ കൃഷി, അല്ലേ? കൃഷി നിഅമത്ത്, കൃഷി ഒരു അനുഗ്രഹമാണ്, അല്ലേ? കൈഫ തകൂനു അസ്സിറാഅ നിഅമ, അല്ലേ? ബിസ്സിറാഅത്തി നഹ്നു നഈഷ്. കൃഷിയില്ലെങ്കിൽ, അല്ലേ, കൃഷിയിലൂടെ നമ്മൾ ജീവിക്കുന്നത്. വലൗല സിറാഅ ലമാ നസ്തതിഉ അൻ നഈഷ ഫീ ഹാദി ദുനിയ. ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? കൃഷി ഉള്ളത് കൊണ്ടാണ്. ലാ നസ്തതിഉ അൻ നഅകുല കമ്പ്യൂട്ടർ വൽ ഇലക്ട്രോണിക്, അല്ലേ? നമുക്ക് കമ്പ്യൂട്ടർ തിന്നാൻ പറ്റും. ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് തിന്നാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കൃഷിക്കാരും വേണം എന്നാണ്, അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. യാ സാഹിബി ഹയ്യാ ബിന നുർവി വനസ്റഉ അർളാന ബിൽ ഖൈരി വൽ ബുശ്റാ ലനാ യസ്സിർ ഇലാഹി അംറാന. കേൾക്കാൻ ഒരു രസൂല, അല്ലേ? എന്നാൽ നമുക്കൊന്ന് പാട്ടായിട്ട് കേട്ടു നോക്കിയാലോ? ഓക്കെ, കേൾക്കൂട്ടാ. صاحبي هيا بنا نروي ونزرع أرضنا بالخير والبشرى لنا يسر إلهي أمرنا انظر جمال حقولنا واشهد بساطة عيشنا الزرع ينمو حولنا يحكي نهاية صبرنا اليمن صنع يميننا والخير حل بدارنا فوضى بأرضنا الله يرعى وطننا فالريف سر حياتنا والريف أصل هنائنا. അതിൽ ഓരോ വരികൾ വന്നപ്പോൾ ഓരോ ചിത്രങ്ങൾ വന്നില്ലേ? ആ ചിത്രങ്ങളും നമ്മുടെ വരിയുമായിട്ട് കുറെ ബന്ധമുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും കൂടി കേട്ടു നോക്കാം. അപ്പൊ നിങ്ങൾ ചിത്രം നന്നായി ശ്രദ്ധിക്കണേ. ഇവിടെ കൃഷി ചെയ്യുന്നു, അല്ലെ, ഒരാള്. അപ്പൊ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാം. കൃഷികളൊക്കെ മാറുന്നു, അല്ലെ? അതൊരു സന്തോഷമായി നമുക്ക്. മഹാദാ ഹാദിഹി ഹുഖൂൽ, അല്ലെ? കൃഷി അതിന്റെ ജമാലാണ്, ഭംഗിയാണ് അവിടെ കാണുന്നത്. അല്ലെ, ഇതൊക്കെ നമുക്കുള്ള കൃഷി നമുക്ക് ചുറ്റും വളരുകയാണ് ഇങ്ങനെ. പിന്നെ ഇവിടെ നമ്മുടെ കൈകൊണ്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു നദി ഒഴുകുന്നില്ലേ? കൃഷിയുടെ അടുത്ത് നദിയാണ്. മഹാദ, ഇതൊരു റീഫ്, ഒരു എന്താണ്, ഒരു ഗ്രാമത്തിന്റെ, കറിയത്തിന്റെ ചിത്രമാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ പദ്യത്തിൽ പറയുന്നത്. ഇപ്പൊ പാട്ടിന്റെ മുഴുവൻ
ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് പോയി കാണണം കേട്ടോ. നല്ല ഈണത്തിൽ വേറെയും പാട്ടുകൾ കേട്ടു വെക്കാം. ഓക്കെ. അപ്പോൾ മൻ കതബ ഹാദൽ അൽ മൻലൂം ഹദ ഷിഅർ, ആരത് എഴുതിയത്? അഹമ്മദ് ബിൻ യഹിയ അൽ ഉംറാനി. ആരാണ്? അഹമ്മദ് ബിൻ യഹിയ അൽ ഉംറാനി. അദ്ദേഹമാണ് ഇതിൻ്റെ ഷാഇർ, കവിത എഴുതിയ ആള്. ഓക്കെ. എന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, സിറാഅത്തു നിഅമ. സിറാഅത്ത് എന്താണ്? ഒരു അനുഗ്രഹമാണ് അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? യാ സാഹിബി, യാ സഫി, യാ സ്വദീഖി, യാ സ്വദീഖി മത, കൂട്ടുകാരാ. ഞാൻ നേരത്തെ ചിത്രം കണ്ടില്ല നിങ്ങൾ? ഹയ്യ ബിന, കം ഫോർവേഡ്, വരൂ. നുർവി മത, നുർവി, നുർവി എന്ന് പറഞ്ഞാൽ നമുക്ക് നനയ്ക്കാം. വനസ്റ, നമുക്ക് കൃഷി ചെയ്യാം. മാതാ നസ്റ അർദന, നമ്മുടെ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്യാം എന്നാണ് കവി. അങ്ങനെ കൃഷി ചെയ്തിട്ട് ബിൽ ഖൈരി വൽ ബുഷ്റ, ഖൈർ മത ഖൈർ, നന്മ, വൽ ബുഷ്റ സന്തോഷ വാർത്ത, സന്തോഷ വാർത്ത കൊണ്ടും നന്മ കൊണ്ടും, ലന ഞങ്ങൾക്ക്, യസ്സിർ എളുപ്പമാക്കണം, ഇലാഹി ഇലാഹേ രക്ഷിതാവേ, അമ്രന ഞങ്ങളുടെ കാര്യം. അപ്പം ഞങ്ങളുടെ കാര്യം എളുപ്പമാക്കേണ്ടത് എങ്ങനെയാണ്? ബിൽ ഖൈരി വൽ ബുഷ്റ, നന്മ കൊണ്ടും സന്തോഷ വാർത്ത കൊണ്ടും. കൃഷി ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നന്മയുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കണം അല്ലേ? ഫഹാരിഹി ദുആ, ഇതൊരു പ്രാർത്ഥനയാണ്. ഉൻദുർ ജമാല ഹുഖൂലിന, നദറ യൻദുർ, ഉൻദുർ നോക്കൂ, ജമാൽ മത ജമാൽ ഭംഗി, ഹുഖൂലിന ഹഖ്ലുൻ ജമ ഹുഖൂൽ, ഹഖൽ ലാൻഡ്, നമ്മുടെ വയലിൻ്റെ ഭംഗി നിങ്ങൾ നോക്കൂ. വഷ്ഹദ്, വഷ്ഹദ് മത ഉൻദുർ തന്നെ നോക്കൂ. ബസാതത്ത് ലാളിത്യം, ഐഷിന നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ എന്താണ്? ബസാത്തത്ത് ഐഷിന നമ്മുടെ ജീവിതത്തിൻ്റെ ലാളിത്യവും നിങ്ങൾ നോക്കൂ. നമ്മുടെ വയലിൻ്റെ ഭംഗി നിങ്ങൾ നോക്കൂ. നേരത്തെ ഞാൻ വയലിൻ്റെ ഭംഗിയുള്ള ഇത് കണ്ടില്ലേ നിങ്ങൾ? പിന്നെ അസ്സർഉ യൻമു ഹൗലന, അൽ ഹഖിൽ കൃഷി, യൻമു യൻഷ വളരും, ഹൗലന ഹൗല നമുക്ക് ചുറ്റും വളരും. യഹ്കി അത് പറയും, നിഹായത്ത അവസാനം, സബറിന നമ്മുടെ ക്ഷമയുടെ അല്ലെങ്കിൽ നമ്മുടെ കാത്തിരിപ്പിൻ്റെ അതിൻ്റെ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ക്ഷമയുടെ അന്ത്യം, അതിൻ്റെ കഥ നമുക്ക്, അതായത് ഒരുപാട് അധ്വാനം വേണം അല്ലേ കൃഷി നന്നാവാൻ, അതാണ് പറയുന്നത്. അൽ യുംനു സുൻഉ യമീനിന, അൽ യുംന് മത, അൽ യുംന് ബറക്ക, ബറക്കത്ത് നന്മ, സുൻഉ യമീനിന നമ്മുടെ ബറക്കത്തുള്ള എന്തിലാണ്? സുൻഉ യമീനിന നമ്മുടെ വലത് കരം കൊണ്ട് ചെയ്ത കാര്യത്തിലാണ്. അതായത് നമ്മൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിലാണ് ബറക്കത്ത് എന്നാ പറയുന്നത്. വൽ ഖൈറു ഹല്ല ബിദാരിന, സുമ്മ മൽ ഖൈർ മദ അൽ ഖൈർ, നേരത്തെ പറഞ്ഞു നന്മ, ഹല്ല ഇറങ്ങി, ബിദാരിന നമ്മുടെ വീട്ടിൽ നന്മ ഇറങ്ങും. നമ്മുടെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാകുമ്പോൾ അൽ ഖൈറു ഹല്ല ബിദാരിന നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ നന്മ ഇറങ്ങും. വൻ നഹ്റു മഹുവൻ നഹർ, നഹറിന്റെ പടം നേരത്തെ കാണിച്ചെന്നല്ലേ, ഒഴുകുന്നത് നദി. ഫാള ബി അർളിന നമ്മുടെ നാട്ടിലൂടെ നദി ഒഴുകുന്നു, ഇല്ലെങ്കിൽ നദി ഒഴുകി. അള്ളാഹു എന്തിനാ? അള്ളാഹു യർആ അള്ളാഹു കാക്കുന്നു, വതനന നമ്മുടെ നാടിനെ കാക്കുന്നു. ഫർരീഫു സിർറു ഹയാത്തിന, അരീഫ് അൽ ഖറിയ മദാ, അരീഫ് ഗ്രാമം, സിർറു ഹയാത്തിന സിർ രഹസ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഗ്രാമമാണ് അല്ലേ. അരീഫു ഹുവൽ ഹയാത്ത്, ഗ്രാമമാണ് നമ്മുടെ ജീവിതം. ഗ്രാമമില്ലെങ്കിൽ ലൈസ ഹുനാക ഹയാത്തുൻ ഫിൽ അർള്, ഭൂമിയിൽ ജീവിതമില്ല. അതുപോലെ വരീഫ് ഗ്രാമമാണെന്ത്? അസ്ലു ഹനാഇന നമ്മുടെ സന്തോഷത്തിൻ്റെ ബേസ്, അടിസ്ഥാനം അല്ലേ. ഗ്രാമമില്ലെങ്കിൽ, ഗ്രാമത്തിൽ കൃഷിയില്ലെങ്കിൽ നമുക്ക് ഹനാവും ഇല്ല, ഹയാത്തുമില്ല. ഫൈം. ഓക്കെ. അപ്പൊ ഈ പദ്യത്തിന്റെ അറബിയിലുള്ള മീനിങ് ഇതിന്റെ ഏറ്റവും അവസാനം കിടപ്പുണ്ട്. നോക്കാം, ഇത് കണ്ടോ, ഇതിന്റെ അവസാനത്തിലാണ് അത് കിടക്കുന്നത്. നോക്കുക, നുറത്തിബിൽ ജുമല ചാലിയ ഹസബ സുതൂരിൽ മൻലൂം വനക്തുബ് അല്ലേ.
ഇവിടെയുള്ള ഈ വരികൾ നമ്മുടെ പദ്യത്തിൻ്റെ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് അസ്തിഖായി, ഇത് ഏത് സത്റാണ് ഇതിന് അനുയോജ്യമെന്ന് നിങ്ങൾ പറയണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടത്. അസ്തിഖായി തആലൗ നസ്റഉ വനസ്ഖി ഹുകൂലനാ. കൂട്ടുകാരെ വരൂ, നമുക്ക് എന്ത് ചെയ്യാം, കൃഷി ചെയ്യാം, നമ്മുടെ വയൽ നനയ്ക്കാം എന്ന് പറയുന്ന ഇതിലാ. അപ്പൊ ഇതിലെ വാചകങ്ങൾ ശ്രദ്ധിക്കണം. നുർവി എന്നതിന്റെ അതേ അർത്ഥമുള്ള പദമാണ് നസ്ഖി. അപ്പൊ നമ്മൾ നേരത്തെ നുർവി എന്ന് പറഞ്ഞില്ലേ, ഏത് വരും? ഇത് എത്രാമത്തെ ബൈത്താണ്? ഇതിലെന്താ പഠിച്ചത്? ഒന്നാമത്തെ ഇതാണ് അല്ലെ, യാ സാഹിബി, കൂട്ടുകാരെ നമുക്ക് നനയ്ക്കാം, കൃഷി ചെയ്യാന്ന് പറയുന്നില്ലേ. അപ്പൊ ഇവിടെ ഒന്നായിരിക്കും അല്ലേ, ഏത്? ഇവിടെ ഒന്നായിരിക്കും. ഒന്ന് ബൈത്ത് അസ്തത്രുൽ അവ്വലാണ്, അതിന്റെ ആശയമാണ് ഇവിടെ കിടക്കുന്നത്. ഉൻളുർ ഇലാ ജമാലിൽ ഹഖിൽ. ജമാലിൽ ഹഖിൽ, നമ്മുടെ വയലിന്റെ ഭംഗി നിങ്ങൾ നോക്കൂ എന്ന് പറയുന്നത് ഏതിലാണ്? ഏതിലാണ് പറയൂ? ഉൻളുർ എന്ന വാക്ക് തന്നെ ഉണ്ടല്ലോ അല്ലേ, ഇതായിരിക്കണം ഉൻളുർ ജമാൽ. അപ്പൊ ഇത് എത്രാമത്തെയാ? മൂന്നാമത്തെ, ശരിയല്ലേ? അപ്പൊ നമുക്കിവിടെ ഇത് 3 അല്ലേ. പിന്നെ അസ്സറഉ യൻമു ഹൗലനാ വയന്തളിറു ഹസാദഹു ബിസ്സബ്ർ. കൃഷി നമുക്ക് ചുറ്റും വളരുകയാണ്, നമ്മൾ ക്ഷമയോടെ അത് കൊയ്യുന്നതും കാത്തിരിക്കുകയാണ് അല്ലേ. എവിടെയാണ്? ഇതാ സബർ. എത്രാമത്തെ വരിക? 4ാമത്തെ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കൊടുക്കാം? ഇത് 4ാമത്തെയാണ്, ശരിയല്ലേ. പിന്നെ അല്ലാഹു കൂലന ബി മിയാഹിൻ നഹർ. നദിയിലെ വെള്ളം കൊണ്ട് നമ്മുടെ വയലിനെ അള്ളാഹു സംരക്ഷിക്കുന്നു. അത് അവസാനത്തെ വരിയല്ലേ അല്ലേ. അതായത് വന്നഹുറു ബിഫാള ബി അർദിന. 4ാമത്തെ അല്ല, 1 2 3 4 5 6. ഇവിടെ 6ാമത്തെ സത്ർ എഴുതണം. 6. പിന്നെ അസ്സറാഅത്തു സിർറു ഹയാത്തിന വാസ്ലു ഫർഹിന. കൃഷി നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യമാണ്, അത് അവസാനത്തെ അല്ലേ, 7. പിന്നെയോ അദുല്ലാഹ ദായിമൻ അയ്യസ്സിറ ഉമൂറന ബിൽ ഖൈർ. അവളൊരു പ്രാർത്ഥന ഫസ്റ്റ് 2ാമത്തെ വരിയിൽ പറഞ്ഞു അല്ലേ. ഇത് 2ആണ് വരിക, 2ാമത്തെ വരി. പിന്നെ യൻസിലുൽ ഖൈറു വൽ ബറക ഫീ ദിയാരിന വ ബിലാദിന ബിസുനഇ ഐദീന. എല്ലാം കുറച്ച് ബാക്കി ഇത് മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. യൻസിലുൽ ഖൈറു വൽ ബറക, ഇത് ഏത് വരിക വരിക? 5 നമ്മൾ എഴുതാനുണ്ട്, അതിനായിരിക്കും ഇത് വരിക. ഓക്കെ, അത് നിങ്ങൾ കണ്ടെത്താം ഇൻഷാ അല്ലാഹ്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിലും വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താണ്? ഹുനാക തർജിമത്തുൽ ഷാഇർ അഹമ്മദ് യഹിയ. ഇവിടെ നമ്മുടെ ഷാഇറിനെ കുറിച്ച്, അഹമ്മദ് ബിൻ യഹിയ അൽ ഇമ്രാനിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഉണ്ട്. ഹുവ വുലിദ ഇസ്മുഹു അഹമ്മദ് ബിൻ യഹിയ അൽ ഇമ്രാനി വുലിദ ഫി മദീനത്തി സൻഅ. നഹു വുലിദ, ഹി വാസ് ബോൺ. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? എവിടെയാണ്? സൻഅ എന്ന് പറഞ്ഞാൽ യമനിലാ തോന്നുന്നു, 1940. വദറസ ഫി ജാമിയത്തി അസ്സൻഅ. സൻഅ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ദിറാസ എവിടെയാണ്? സൻഅ യൂണിവേഴ്സിറ്റി. ഓ ഹസല അല ദർജത്തിൽ ബക്കാലൂരിയോസ് ഫിൽ ലുഗൽ അറബിയ. ദർജത്തിൽ ബക്കാലൂരിയോസ് മതാ എന്താണ്? ബാച്ചുലർ ഡിഗ്രി അദ്ദേഹം നേടി. ഫി ഐ മൗദൂഇൻ ഫിൽ ലുഗൽ അറബിയ, അറബി ഭാഷയിലാണ് ഡിഗ്രി. വമിൻ അഷ്ഹരി ദവാവീൻ ഷഅരിയ. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളിൽ ഫേമസ് ആയത് ഏതൊക്കെയാ? അഗാനി അൽ ഖറിയ. ഇസ്മുഹു അഗാനി അൽ ഖറിയ. അതാ ദവാവീൻ അല്ലേ. ദീവാനു അഹമ്മദ് ബിൻ യഹ്യ, അദ്ദേഹത്തിന്റെ ഒരു ദീവാനാണത്. അഗാനി അൽ ഖറിയ തുമ്മ വൽ ഹുബ് വല്ലിയാ. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ദീവാനുകളാണ്. വഹുവ മിൻ അഹമ്മി ശുഅറാഇൽ യമനിയീൻ. ശരിയാണ്, കണ്ടോ? അൽ മുആസിരീൻ, ആധുനിക യമൻ കവികളിൽ പ്രമുഖനാണ് അദ്ദേഹം കേട്ടോ. വാഹദ് റുവാത്ത് ഷിഅരിൽ വത്തനി. നാഷണൽ അല്ലെങ്കിൽ പാട്രിയോട്ടിക് കവിതകൾ, എന്താണ്, നമ്മുടെ ദേശസ്നേഹത്തിന്റെ കവിതകൾ എഴുതുന്ന യമനിലെ ഒരാൾ കൂടിയാണ് ആര്? നമ്മുടെ അഹമ്മദ് ബിൻ യഹ്യ. അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. മാച്ച് ദ ഫോളോയിങ് ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ.
പിന്നെ സുമ്മ ഹുനാക ബഅദു സൂറ അലൈന അൻ നഖ്താറ അസ്സുത്രൽ മുനാസിബ് ഔൽ മുവാഫിഖ് ലിസ്സുവർ. ഈ ചിത്രത്തിന് അനുയോജ്യമായ വരികൾ നിങ്ങൾ കണ്ടെത്തണം. അല്ലേ? ഹുനാക മഹദ ഹദിഹി അസിറാഅത്തു ജമീൽ. അല്ലേ? ഇവിടെ മനോഹരമായ ഒരു കൃഷിയുണ്ട്. അല്ലേ? കൃഷിയുടെ മനോഹരതയ്ക്ക് നോക്കാൻ പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അല്ലേ? വൻളുറു ജമാല ഹുഖൂലിന എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അല്ലേ? അൻളുർ ജമാല ഹുഖൂലിന വഷ്ഹദ് ബശാത്തത ഐശിന എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? സുമ്മ ഓ മഹദ വഹുനാക നഹ്റുൻ. നെഹ്റിനെ കുറിച്ചൊരു വരി നമ്മൾ പറഞ്ഞില്ലേ? അല്ലേ? അൻ നഹ്റു ഫാള ബി അർദിന. അങ്ങനെയല്ലേ ആ വരി? അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. സുമ്മ ഇവിടെ എന്ത് ചെയ്യുന്ന ഹയ്യ ബിന, നമുക്ക് കൃഷി ചെയ്യാം എന്ന് പറയുന്ന വരി. അല്ലേ? ഫസ്റ്റ് വരി തന്നെ. അപ്പൊ അതായിരിക്കും ഇവിടെ വരിക. ഓക്കെ അല്ലേ മക്കളെ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് ഈ വരികൾ. നിങ്ങൾ ഇതുപോലത്തെ വേറെയും വരികൾ നിങ്ങൾക്ക് തരും. അപ്പൊ ഈ പദ്യത്തിൽ തന്നെ എന്താണ് ഈ നദിയുടെ കാര്യങ്ങൾ, അതുപോലെ ഫരീഫ് സിറുഹയ, ഒരു ഗ്രാമത്തിന്റെ ചിത്രം തന്നിട്ട് അതിന്റെ വരി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ വരി എടുത്ത് എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി വെക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ സുമ്മ നുറാജിഅൽ മൻലൂ വ നഖ്താൽ കലിമാത്തുൽ മുസജ്ജ. നമ്മളെ കലിമാത്തുൽ മുസജ്ജ ഒരേപോലെ എൻഡിങ് ഉള്ള അല്ലെങ്കിൽ ഈണമുള്ള വരികൾ കണ്ടെത്താനാണ്. ഐഷന വ തനിന, അങ്ങനെ എത്ര വാക്കുകളുണ്ട് ഇവിടെ? ആ വരികൾ നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കൂ. എത്രയുണ്ട് ഇവിടെ? അല്ലേ? കുറേ ഉണ്ട്. അർദന, ഹുഖൂലിന, അമ്രന, ഐഷന, ഹൗലന, സബ്രിന, യമീനിന, ബിദാരിന, ബി അർദിന, വതനന, ഹയാത്തിന, ഹനായിന. അല്ലേ? ഒരേ റൈമിങ് വേർഡ്സ് ഇതുപോലെ കണ്ടെത്തി നിങ്ങൾ എഴുതണം കേട്ടോ. അതെന്തിനാ അങ്ങനെ റൈമിങ് വേർഡ്സ്? പദ്യത്തിന് ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റൈമിങ് വേർഡ്സ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ റൈമിങ് വേർഡ്സ് വെച്ചിട്ട് കവിതകൾ എഴുതി നോക്കണം ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ആക്ടിവിറ്റി ഞാൻ ആദ്യം പറഞ്ഞു, മുകളിലേക്ക് നോക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലുള്ളത്. അതിനുശേഷം ഹുനാക്ക ബഅദുൽ ജുമൂ വൽ മുഫ്രദ്. അൽ ജംഉ വൽ മുഫ്രദ്. മുഫ്രദ് മാതാ? ഏകവചനം. അല്ലേ? ഒരെണ്ണം മാത്രം. വൽ ജംഉ രണ്ടിൽ കൂടുതൽ. ഹഖീബ ബാഗ്, ഹഖായിബ് ബാഗുകൾ. സമാദ് അസ്മിത, എന്താണ്? വളം. അല്ലേ? വളം, നമ്മളെ കീടനാശിനി എന്നുള്ള. കീടനാശിനി അല്ല, വളം. മുബീദ് കീടനാശിനി. മുബീദാത്ത്. കഷ്ക് അക്ഷാക്ക്. അല്ലേ? കഷ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാള്. മീസാത്ത് ഗുണങ്ങൾ. ബസർ ബുസൂർ ചെടികൾ അല്ലെങ്കിൽ വിത്തുകൾ. ഷത്ലാത്ത് ചെടികൾ. അദാത്ത് അദവാത്ത് ടൂൾസ്. ഹഖുൽ വയലുകൾ. അല്ലേ? അപ്പൊ ജമ്മു മുഫ്രദുകളും മാറ്റി മാറ്റി എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇവയൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റിലുള്ളത്. ഇതോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താണ് പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. നമുക്ക് പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിച്ച് അതിൻ്റെ ആൻസർ കീ ഒക്കെ ഇതിൽ വരും. പഠിക്കുക, നന്നായി മാർക്ക് വാങ്ങിക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.